So, പതിനാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. The square of a number is equal to 12 added to the number. Find the number. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒറ്റ ലൈനിൽ ഒരു ക്വസ്റ്റ്യൻ തീർക്കും അല്ലെ. പക്ഷെ ചെയ്യാൻ കുറച്ചുണ്ട്, ഉത്തരം ഒറ്റ ലൈനിൽ തീരൂല കേട്ടോ. ഉത്തരം നമുക്ക് കുറച്ച് എഴുതാനുണ്ടാവും. എന്നാലും ഒറ്റ ലൈനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 added to the number. ഓക്കെ, എന്താന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. Let the number be x. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ആയതുകൊണ്ട് ആ നമ്പർ ഞാൻ എന്ത് ചെയ്തു, എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ സ്ക്വയർ ഓഫ് ദി നമ്പർ എന്നാണ് പറയുന്നത് അല്ലെ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദി നമ്പർ. സ്ക്വയർ ഓഫ് ദി നമ്പർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എന്താണ്, 12 ആഡഡ് ടു ദി നമ്പർ. 12 ആഡഡ് ടു ദി നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്പർ എന്താന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പം എന്താണ്, ഇത് ഫുള്ള് റൈറ്റ് സൈഡിലുള്ള എല്ലാവരും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ തരും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഈക്വൽസ് 0. ഓക്കെ, ഇതിൽ നിന്ന് എ എന്ത് കിട്ടും, എ ഈക്വൽസ് 1, ബി ഈക്വൽസ് -1, സി ഈക്വൽസ് -12. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ആ ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്യാം. സോ എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ദെൻ മൈനസ് ബി എന്നാണ് പറയുന്നത്. ഓൾറെഡി ബിയിൽ എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട്. ഇവിടുത്തെ മൈനസ് ചേരുമ്പോൾ എന്താവും, അത് +1 ആവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സ്ക്വയർ 1 തന്നെയാണ്, മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -12 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. 2 ഇൻറ്റു 1 2 ആണ് വരിക. ദെൻ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 വരും. -4 ഇൻറ്റു 1 -4 ആണ്. എഗൈൻ ഒരു മൈനസ് വരുന്നത് പ്ലസ് ആയി. ദെൻ 4 ഇൻറ്റു 12 4 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 48 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1 പ്ലസ് റൂട്ട് 1 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ 49 ആണ്. 1 പ്ലസ് റൂട്ട് 49 ബൈ 2 ഒരെണ്ണം വരും. 1 മൈനസ് റൂട്ട് 49 ബൈ 2 എന്നുള്ളത് വേറെ ഒരെണ്ണം വരും. ഓക്കെ, ഇനി നമ്പർ ആണ്, ഏത് നമ്പർ നമുക്ക് എടുക്കാം. ഇനി 1 പ്ലസ് റൂട്ട് 49 ബൈ 2 എന്തോ, റൂട്ട് 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 ആണ്. അപ്പൊ 1 പ്ലസ് 7 ബൈ 2, 1 പ്ലസ് 7 8 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈക്വൽസ് 4 ആണ് ഒരെണ്ണം വരിക. ദെൻ 1 മൈനസ് 49 അല്ലെങ്കിൽ 1 മൈനസ് റൂട്ട് 49 1 മൈനസ് 7 1 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -6 ബൈ 2 ദാറ്റ് ഈക്വൽസ് -3 ആണ് വരിക. ഓക്കെ, അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ രണ്ട് നമ്പറും ശരിയല്ലേ എന്ന് നോക്കിയേ. സ്ക്വയർ ചെയ്യാം. 4ന്റെ സ്ക്വയർ എത്രയാണ്, 16 ആണ്. അപ്പൊ 12 പ്ലസ് 4 ചെയ്താലും 16 തന്നെ കിട്ടും. ദെൻ -3യുടെ സ്ക്വയർ എത്രയാണ്, -3യുടെ സ്ക്വയർ 9 ആണ്. ദെൻ 12 - 3 ചെയ്താലും 9 തന്നെ കിട്ടും. അപ്പൊ ഈ രണ്ടും ഉത്തരം എഴുതിയാലും ശരിയാണ്. 4 ആയാലും 3 ആയാലും. അപ്പൊ നമ്പർ ഏതാണ്, ഒന്നുകിൽ 4 എഴുതാം അല്ലെങ്കിൽ -3 എഴുതാം. രണ്ട് എഴുതാലും ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട് എഴുതലായിരിക്കും ഇതിനകത്ത് എളുപ്പം. നമുക്ക് മറ്റേ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി എടുത്ത് ചെയ്താൽ 1/2 ഒക്കെ വരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്, -b പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Consider the polynomial p of x equals x square minus 5x plus 6. Write p of x as product of two first degree polynomial. Find the solution of the equation p of x equal to 0. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ എന്താണ്, എ പാർട്ട് കിട്ടി കഴിഞ്ഞാൽ ബി പാർട്ട് അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാവുന്നുള്ളൂ. നമ്മളോട് ചോദ്യം എന്താണ്, എക്സ് സ്ക്വയർ, എ പാർട്ട് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, ഈ രീതിയിലേക്ക് എഴുതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ. എ ബി എന്ത് വരും, എ ബി എന്ന് പറയുന്നത് 6 ആണ്. ദെൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്നത് എ ബി 6 ആയിട്ടും എ പ്ലസ് ബി 5 ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ എ ബി 6 കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്കിംഗ് കോളത്തിൽ എഴുതി വെക്കുക. എ ബി ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം.
എ ബി നിങ്ങൾക്ക് എന്ത് കിട്ടണം? 6 കിട്ടണം അല്ലെ? 6 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ 1 into 6 ചെയ്യാം, അല്ലെങ്കിൽ 2 into 3 ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനാണ് 6-നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത് നോക്കണം. എ പ്ലസ് ബി. അപ്പൊ 1 + 6 7 ആണ്, 2 + 3 5 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എ ഈക്വൽസ് ഞാൻ എന്ത് എടുത്തു? 2 ആയിട്ട് എടുത്തു. ബി ഈക്വൽസ് ഞാൻ 3 ആയിട്ട് എടുത്തു. നേരെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എ ഈക്വൽസ് ടു 3യും ബി ഈക്വൽസ് 2 നേരെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ഏതാണ്? x² - 5x + 6 ഈക്വൽ ടു x - 2 into x - 3. നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്ന ശേഷം തെറ്റൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഇതിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റൻ എന്താണ്? ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. x² - 5x + 6 ഈക്വൽ ടു 0 വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ അതിന്റെ ഉത്തരം എക്സിന് കിട്ടാൻ പോകുന്ന വാല്യൂസ് ഏതൊക്കെയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ചെയ്യാൻ ചെയ്താൽ മതി. നമുക്ക് ഈ കിട്ടിയ 2ഉം 3യും തന്നെയായിരിക്കും അതിന്റെ ഉത്തരം. ഓക്കെ, ഈ കിട്ടിയ എയും ബിയും തന്നെയാണ് അതിന്റെ ഉത്തരം വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ ഫോർ p of x ഈക്വൽ ടു 0 എന്താണ്? x ഈക്വൽ ടു 2 ഓർ x ഈക്വൽ ടു 3 ആയിരിക്കും. നിങ്ങൾക്ക് ഈ കിട്ടിയ, നിങ്ങൾ ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ b² - 4ac ആ ഒരു x ഈക്വൽ ടു -b + 4 - b² - 4ac/2a നമ്മളിപ്പോ ഈ ചെയ്ത സെറ്റപ്പ് ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എക്സിന്റെ ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും 2ഉം 3യും തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതാൻ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ റൂട്ട്സ് എഴുതി കഴിഞ്ഞാൽ റൂട്ട്സുള്ള ഈ 2ഉം ഈ 3യും തന്നെയായിരിക്കും കിട്ടുക എക്സിന്റെ ഈക്വൽ ടു 0 വരുമ്പോഴുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോളിനോമിയൽ ആണല്ലോ നിങ്ങളൊന്ന് പേടിച്ചാലും ചെയ്യുമ്പോൾ എന്തുള്ളൂ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ചെയ്ത് പോകാവുന്നതുള്ളൂ. അതപ്പോൾ മാറിപ്പോകാൻ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ആ കോൺസ്റ്റന്റ് കിട്ടണം. അതായത് ഈ പോർഷൻ ആണ് എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പോർഷൻ ഈ എക്സിന്റെ കൂടെ ഉള്ള ആളാണ് ആഡ് ചെയ്യുമ്പോൾ എയും ബിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് മാറിപ്പോകാതിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ x² കൂടെ എപ്പോഴും ആരുണ്ടാവണം? 1 ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവരുത്. ഓക്കെ, വേറെ 2ഓ 3ഓ 4 അങ്ങനെ നമ്പർ ഒന്നും ഉണ്ടാവരുത്. x² കൂടെ ആരാണ് ഉണ്ടാവേണ്ടത്? ജസ്റ്റ് 1 മാത്രമാണ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം ചെയ്യാവുന്നതാണ്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ വളരെ ഏറ്റവും ചെറുതാണ് ഇത്. 4 മാർക്കിനുള്ള ഏറ്റവും ചെറിയ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയൊരു ആൻസർ ആണത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. Diameters of two hemispheres are in the ratio 5:3. What is the ratio of the radius? Ratio of surface area. If surface area of first hemisphere is 100 square centimeter, what is the surface area of other? Okay, ratio വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെമിസ്ഫിയറിന്റെ ആണ്. നിങ്ങൾക്കറിയാം ഹെമിസ്ഫിയറിന്റെ റേഡിയസുകളുടെ ഡയമീറ്ററിന്റെ റേഷ്യോ. ഡയമീറ്ററിന്റെ റേഷ്യോ ഡയമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യാണ്? D1 D2 എടുക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ D1 ഡയമീറ്റർ D2 ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ D1 to D2 എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്? ഇപ്പൊ ഡയമീറ്ററുകളുടെ റേഷ്യോ എത്രയാണ്? 5:3 ആണ്. നിങ്ങളുടെ ചോദ്യം റേഡിയസിന്റെ റേഷ്യോ ആണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ റേഡിയസിന്റെയും ഡയമീറ്ററിന്റെ റേഷ്യോ തമ്മിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്തും പോവാ? റേഡിയസുകളും പോവാ. അപ്പൊ R1 to R2 റേഷ്യോ വെച്ചാലും എന്ത് തന്നെയാണ്? 5:3 തന്നെയാണ് റേഷ്യോ വരുള്ളൂ. ഓക്കെ, അപ്പൊ റേഡിയസിന്റെ ഡയമീറ്ററിന്റെ റേഷ്യോകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ഒരെണ്ണം മറ്റേ ഇരട്ടിയാന്നുള്ളൂ. പക്ഷെ റേഷ്യോയിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. ദെൻ ബി എന്താണ്? റേഷ്യോ ഓഫ് ദർ സർഫസ് ഏരിയാസ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നതിനാണ് 3πr² എന്നാണ് വരിക അല്ലെ? കാരണം എന്താണ്? സർഫസിൽ ഒരു 2πr² വരും, ബേസിൽ ഒരു πr² വരും, മൊത്തം 3πr². ഇപ്പൊ റേഷ്യോ ഓഫ് സർഫസ് ഏരിയ, ഞാൻ സർഫസ് ഏരിയ S1 to S2 എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈക്വൽസ് 3πr1² to 3πr2². കാരണം റേഡിയസുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ R1ഉം R2ഉം വ്യത്യാസം ഉണ്ടാവും. സെയിം ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യാം. 3 ക്യാൻസൽ ചെയ്തു, 5 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? R1² to R2² എന്ന് വരും. ദാറ്റ് ഈക്വൽസ് R1 നിങ്ങൾ 5 കൊടുക്കുക, 5². ദെൻ R2 എന്ത് ചെയ്യുക? 3 കൊടുക്കുക, 3². ദാറ്റ് ഈക്വൽസ് 5² എന്ന് പറഞ്ഞാൽ 25 to 9. ഇതാണ് എന്ത് വരിക? 25 to 9 ആണ് S1ഉം S2ഉം തമ്മിലുള്ള, അല്ലെങ്കിൽ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സർഫസ് ഏരിയ ഫസ്റ്റ് 100 ആണെങ്കിൽ സെക്കൻഡിൽ എന്ത് വരും?
അപ്പൊ S1 ഈക്വൽ ടു 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ S2 എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. S1 ടു S2 റേഷ്യോ നമുക്കറിയാം എത്രയാണ്. റേഷ്യോ ഈക്വൽസ് 25:9 ആണല്ലേ. 25:9 എന്നുള്ളതാണ്. ഇതിൽ S1 നിങ്ങൾക്ക് എത്രയാണ്, 100 ആണ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 100 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും, ഈ പോർഷൻ എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി എന്താണ്, 25 എന്ത് ചെയ്യാം, 100 എന്ത് ചെയ്യാം, 25 വെച്ച് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 100/25, അല്ലെങ്കിൽ 25 നിന്ന് എങ്ങനെ ഞാൻ 100ലേക്ക് എത്തി, എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ബൈ 4 ആണ്, അല്ലെങ്കിൽ 25നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുള്ളൂ, 100ലേക്ക് എത്തുള്ളൂ. അപ്പൊ ഈ റേഷ്യോ പാർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു 4 ചെയ്യണം. അപ്പൊ എന്ത് വരും, 4 9 36 കിട്ടും. സോ S2 ഈക്വൽസ് നിങ്ങൾക്ക് എന്ത് കിട്ടി, 36 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, എളുപ്പല്ലേ, സ്ക്വയർ സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഇതും സ്ക്വയർ സെന്റിമീറ്റർ തന്നെയാണ് വരാം. അപ്പൊ ഇത് റേഷ്യോ അറിയണം, റേഷ്യോ പാർട്ടുകൾ എങ്ങനെ, അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ കിടക്കുന്നു എന്നുള്ള അറിയണം. അതുപോലെ തന്നെ എന്തറിയണം, ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സോളിഡ്സിന്റെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, അതിന്റെ ഇക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് റേഡിയസിന്റെയും ഡയമണ്ടിന്റെയും റേഷ്യോ സെയിം ആയിരിക്കും. ദെൻ സർഫസ് ഏരിയകളുടെ റേഷ്യോ എടുക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഇക്വേഷൻസ് 3πr1² 3πr2² എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുക്കുക. ഈക്വൽ ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി R1ഉം R2യുടെയും സ്ക്വയറുകളാണ് വരിക. അതിനെന്ത് ചെയ്താൽ ഈ റേഷ്യോ പാർട്ടിലെ നമ്പേഴ്സ് തന്നെ R1 R2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് 25:9 കിട്ടി. അതിലെന്താണ്, S1 100 ആണെങ്കിൽ S2 എന്ത് വരും, അപ്പൊ 25 നിന്ന് 100ലേക്ക് എത്താൻ 4 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 9നെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 4 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 36 കിട്ടും. അതായിരിക്കും നിങ്ങളുടെ S2 അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ദി സെക്കൻഡ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എത്രയാണ്, 110 ഡിഗ്രി ആണ്. സെൻട്രൽ ആംഗിൾ ഓഫ് CYD, അപ്പൊ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം. AXB എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ സെൻട്രൽ ആംഗിൾ 110 ആണ്. അപ്പൊ ഇവിടെ സെന്റർ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫിഗറിൽ എന്തില്ല, സെന്റർ തന്നിട്ടില്ല. ആ ഒരു ട്രയാങ്കിൾ, ആ ഒരു സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെന്റർ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യേണ്ടി വരും. നോക്കാം. ദെൻ സെൻട്രൽ ആംഗിൾ ഓഫ് CYD എന്ന് പറഞ്ഞാൽ ഈ ആർക്കാണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്, 80 ആണ്. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാണ്, ഇതാണ്. APD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇതാണ്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ADP എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ആംഗിൾ ADP അത് നമുക്ക് നേരത്തെ നേരെ കിട്ടുമല്ലോ. അതെങ്ങനെയാന്ന് നോക്കിയേ. ADP എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഈ ആംഗിള് AXB എന്ന് പറയുന്ന ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്കിലുള്ള ഒരു ആംഗിൾ ആണ് അല്ലെ. മറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നെങ്കിൽ ബാക്കിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ സെൻട്രൽ ആംഗിൾ വരാം, ഈ സെൻട്രൽ ആംഗിൾ വരാം. ഇതിന്റെ കോംപ്ലിമെന്ററി ആർക്കിലാണ് ആര് വരാം, ADB വരാം. എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ്, അതിന്റെ നേരെ പകുതി. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്, 110 ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും അപ്പുറത്ത് വരിക. സോ ആംഗിൾ ADP നമുക്ക് എത്ര കിട്ടി, ADP ഈക്വൽസ് 110 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽസ് 55 എന്ന് കിട്ടി. ഓക്കെ, ഒരു ആംഗിൾ എനിക്ക് എന്ത് കിട്ടി, ഡയറക്റ്റ് ആയിട്ട് കിട്ടി. രണ്ടാമത്തെ ആംഗിൾ നോക്കാം. രണ്ടാമത്തെ ആംഗിൾ ആരാണ്, ഈ ഒരു സെൻട്രൽ ആംഗിൾ, അതായത് ഈ DYC ഇതിന്റെ നേരെ കോംപ്ലിമെന്ററിയിലല്ലേ ഈ ആംഗിൾ എടുക്കുന്നത് നോക്കിയേ. ഈ ആംഗിൾ എടുക്കുന്നത് DAC എന്ന് പറയുന്നത് എന്താണ്, നേരെ കോംപ്ലിമെന്ററി ആർക്കിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ DAP. ഓക്കെ, ആംഗിൾ ഈ ആംഗിൾ DAP ആണ്. ആ ട്രയാംഗിൾ വെച്ച് നോക്കുമ്പോൾ ആംഗിൾ DAP ആണ്. സോ അതെന്ത് വരും, ദാറ്റ് ഈക്വൽസ് 80 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽസ് 40 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു ആംഗിൾ കൂടി ഉള്ള ഏതാണ്, P ആണ് അല്ലെ. ആംഗിൾ APD. ഇപ്പൊ രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 180 മൈനസ് ചെയ്യുക. സോ 180 മൈനസ് 95. ഓക്കെ, 180 മൈനസ് 95 എന്ന് പറയുമ്പോൾ 180 90 പോയാൽ 90, then ഒരു 5 പോയാൽ 85 ഡിഗ്രി. ഓക്കെ, 85 ഡിഗ്രി ആണ് എന്ത് വരിക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, നമുക്ക് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ആ പ്രോപ്പർട്ടീസ് ഓഫ് ആംഗിളിന്റെ സെൻട്രൽ ആംഗിളിന്റെയും ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളിന്റെയും പ്രോപ്പർട്ടി വെച്ചിട്ടാണ് രണ്ട് ആംഗിൾ എഴുതാം. മൂന്നാമത്തെ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ
APD നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ 180 മൈനസ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി, ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് മറ്റേതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ ഇത്. നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ടല്ല, നേരെ രണ്ട് ആംഗിൾസിനെ പകുതിയാക്കാനും മറ്റേന്ത് ചെയ്യാനും 180 ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യാനും മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ സെഷനും കഴിഞ്ഞു. ഇനിയുള്ള ഏതാണ്, 5 മാർക്കിന്റെ സെഷൻ ആണ്. അപ്പൊ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരിക്കും എന്താണ്, 1.5 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 21 ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. കാരണം നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യാനുള്ളൂ. പിന്നെ ഉള്ള സെഷനിൽ എത്രയാണ്, 4 ക്വസ്റ്റ്യൻ അല്ലെ. പിന്നെ ഉള്ള ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ, 4 3 7 ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യാനുള്ളൂ അല്ലെ. ആ ചെറിയ മാർക്കാണ്, 2 മാർക്ക് 3 മാർക്ക് നമ്മൾ വേഗം വേഗം ചെയ്തു പോകണം. അതൊരു 10-20 മിനിറ്റിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 10-70 മിനിറ്റ്, 1 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടും. ബാക്കിയുള്ള ഒരു മണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലും 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യാൻ പറ്റേണ്ടത് ഈ ലാസ്റ്റ് സെഷൻ 22 to 29 എന്ന് പറഞ്ഞ ആ സെഷനിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും ചുരുങ്ങി നമ്മൾ പറഞ്ഞതാണ് ആ ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ആണ് അതിനകത്തുള്ളത് അല്ലെ. 6 ക്വസ്റ്റ്യനിൽ 1 മണിക്കൂർ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 10 മിനിറ്റ്. 10 മിനിറ്റ് പോലെ കുറച്ചുകൂടി അധികം കിട്ടില്ല, അത്രയും നല്ലതാണ്. പരമാവധി 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ കൊണ്ട് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും 1 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് ഈ സെഷൻ ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഏറ്റവും മിനിമം 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ലാസ്റ്റ് സെഷൻ നിങ്ങൾ വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന രീതിയിൽ. കാരണം ഇത് കുറച്ച് ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് അധികമുള്ള ഒരു സെഷൻ ആയിരിക്കും 5 മാർക്കിന്റെ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞു 30 മാർക്ക് അതിൽ നിന്ന് തന്നെ വരും. 30 മാർക്ക് ആ സെഷനിൽ നിന്ന് മാത്രം വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പൊ നമ്മുടെ 4 മാർക്കിന്റെ സെഷനും കഴിഞ്ഞു. ഇനിയുള്ള ഏതാണ്, നമ്മളുടെ 5 മാർക്കിന്റെ സെഷനാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ 1 മണിക്കൂർ ഏകദേശം നമ്മളുടെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനും 1 മണിക്കൂർ നമ്മൾ ഏകദേശം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനും വെക്കണം. കാരണം 30 32 62 മാർക്ക് ലാസ്റ്റ് 2 സെഷനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സെഷൻ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. ഫസ്റ്റ് 2 സെഷനൊക്കെ പരമാവധി വേഗത്തിൽ ചെയ്തു പോകാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഏകദേശം വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ഒരു 2 മിനിറ്റ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഫസ്റ്റ് സെഷനിൽ 3 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് മതി. ദെൻ സെക്കൻഡ് സെഷനിൽ എത്രയാണ്, 4 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് വെച്ച് കൊടുത്താൽ 4 12. അപ്പൊ 12 18 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 2 സെഷൻ തീർക്കണം. അതാണ് പറഞ്ഞ എന്താണ്, ഒരിക്കലും ഓവർ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യരുത്. അപ്പൊ ആ 20 മിനിറ്റിൽ നിങ്ങൾ ആദ്യത്തെ 2 സെഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ, ഈ പറയുന്ന 62 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം ഉണ്ടാവും. അത്രയും 2 മണിക്കൂറും 10 മിനിറ്റും ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ പരമാവധി എന്ത് ചെയ്യാം, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകണം. ഫസ്റ്റ് സെഷൻ 2 കൂടി ചേർത്ത് ഒരു 20 മിനിറ്റിൽ എങ്ങനെയെങ്കിലും ഒതുക്കിയിട്ട് ബാക്കി 2 സെഷന് നല്ല രീതിയിൽ സമയം കൊടുക്കണം. കാരണം അവിടെയാണ് മാർക്ക് അധികം വരുന്നതും അവിടെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതും. 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 മാർക്കിന്റെയും ചില ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. അപ്പൊ പരമാവധി എന്ത് ചെയ്യാൻ, ആ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് വേണം പോവാൻ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിലേക്ക് പോവാം. എന്താണ് ഇനിയുള്ളത്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ ഇനി 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമയം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം എന്താണ്, നമുക്ക് ആദ്യത്തെ 2 സെറ്റുകൾ നമ്മൾ പരമാവധി വേഗത്തിൽ തീർത്താലാണ് നമുക്ക് ഈ പറയുന്ന മൂന്നാമത്തെ 4 മാർക്കിന്റെ സെറ്റുകളും അതുപോലെ തന്നെ 5 മാർക്കിന്റെ സെറ്റ് നമുക്ക് വേഗത്തിൽ തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 22. Draw a triangle of sides 5 cm, 6 cm and 7 cm. Draw the incircle of the triangle. Measure the radius of the incircle. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. ഇതിനു മുമ്പ് ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക 5 6 7, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഇൻസർക്കിൾ വരയ്ക്കുക, ആ ഇൻസർക്കിളിലെ റേഡിയസ് മെഷർ ചെയ്യുക. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം എന്ത് ചെയ്യുക, ഒരു 5 6 or 7 ഏതെങ്കിലും ഒരു സൈഡ് വരയ്ക്കുക. ഞാൻ ഇവിടെ ഒരു 7 ആണ് വരച്ചതെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ റേഡിയസ് എടുക്കുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദെൻ 6 സെന്റിമീറ്റർ എടുക്കുക, ഇതിനെ തിരിച്ച് കട്ട് ചെയ്യുക. അപ്പൊ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരാം. സോ ഇങ്ങനെ വരും. ഓൾമോസ്റ്റ് ഇങ്ങനെ വരും 5 6. നമ്മൾ ഇതിന്റെ ഇൻസർക്കിൾ വരച്ചു അല്ലെ. ഇൻസർക്കിൾ വരയ്ക്കണ എങ്ങനെയാണ്, ഇൻസർക്കിൾ വരയ്ക്കണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, ആംഗിൾ ബൈസെക്ടർ വേണം, അല്ലെങ്കിൽ സൈഡിന്റെ ബൈസെക്ടർ, ഏതെങ്കിലും ഒരു ബൈസെക്ടർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക അല്ലെ. ഒന്നുകിൽ എന്ത് ചെയ്യാം, സൈഡിന്റെ ബൈസെക്ടേഴ്സ് എന്ത് ചെയ്യുക, കോമ്പസ് എടുത്ത് കട്ട് ചെയ്യുക. ഇവിടെ ഈ സൈഡിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഇത് ABC മാർക്കാണെങ്കിൽ അപ്പൊ AB-യുടെ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാം, നമ്മൾ 8th മുതൽ പഠിക്കുന്നതാണ്. എന്ത് ചെയ്യുക, കറക്റ്റ് കോമ്പസ് വെച്ചാൽ എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെന്ററിൽ ഒരു ലൈൻ വരയ്ക്കാന്നുള്ളതാണ് പെർപെൻഡിക്കുലർ. അപ്പൊ നമുക്കറിയാം എയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യും, ബിയിൽ നിന്ന് ആദ്യം ആർക്ക് കട്ട് ചെയ്യും,
സോറി എയിൽ നിന്ന് മുകളിൽ താഴെ കട്ട് ചെയ്തു, ദെൻ ബിയിൽ നിന്ന് എന്ത് ചെയ്തു, ഇതുവരെ തിരിച്ച് കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ലൈൻ വരയ്ക്കുക. നമുക്കറിയാം. ദെൻ സെയിം മുകളിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ എ സി എന്നുള്ള ലൈൻ്റെ അല്ലെങ്കിൽ ബി സി ഏതെങ്കിലും ഒരു ലൈൻ്റെ എന്ത് ചെയ്തതുപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. സോ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇപ്പോൾ ഒ എന്നാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സെന്റർ വരിക. സോ അത് സെന്റർ വരാൻ പാകത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. സോ ഇതായിരിക്കും അതിന്റെ ഇൻ സർക്കിൾ വരിക. ആ ഇൻ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യുക, സർക്കിളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുക. ഓക്കെ, സ്കെയിൽ കൊണ്ട് എന്ത് ചെയ്യുക, സെന്റർ ആ ഒരു സെന്ററിൽ നിന്ന് സർക്കിൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രയാങ്കിളിലേക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ സൈഡിലേക്ക് മെഷർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എത്രയാണ് ആ ഒരു ഇൻ സർക്കിളിന്റെ റേഡിയസ് വരുന്നത് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ട് ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ട്രയാങ്കിൾ വരയ്ക്കുക, സൈഡ്സിന്റെ അല്ലെങ്കിൽ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കുക, ആ രണ്ട് ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 5 മാർക്കിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം വന്നത്. നെക്സ്റ്റ് വൺ ഈസ് 23. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, മീഡിയൻ ആയിരിക്കും എന്തായാലും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അല്ലെ. ആ ഒരു ടേബിൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, നമ്മളുടെ മീഡിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ നിന്നാണ്. സോ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ചാപ്റ്റർ എന്താണ് ആ ഒരു ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏജും നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ദ മീഡിയൻ എന്നുള്ളതാണ് അതിന്റെ മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ എയും ബിയും പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്താ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ എയും ബിയും പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് മീഡിയൻ ആയിട്ട് എഴുതിയാലും മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ workers are arranged in order of their wages, the age of which worker is taken as median age. അപ്പൊ എന്താണ് മീഡിയൻ ഏജിന്റെ പൊസിഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മൊത്തം എത്ര പേരുണ്ട്, 19, 20, 28, 33 പേരുണ്ട് അല്ലെ. മൊത്തം 33 ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ പൊസിഷൻ ആണ്. ഇപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്, 33 പേരുണ്ട്. പ്ലസ് 1 ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, which means 34/2 that equals 70. അപ്പോൾ നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ മീഡിയൻ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആ ടേബിൾ ഒന്നുകൂടി വരയ്ക്കുക. ഏജ്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ളതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. സോ നമുക്കറിയാം 20 to 30, 30 to 40 അങ്ങനെയാണ് പോകുന്നത്. സോ നമുക്ക് എന്താണ് അപ് ടു 30, അപ് ടു 40 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ടേബിൾ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതേണ്ടത്. സോ എന്താണ് അപ് ടു 30 മുതൽ അപ് ടു 70 വരെ വരണം. സോ അപ് ടു 30 മുതൽ up to 30, up to 40, up to 50, up to 60, up to 70. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്ലാസ്സുകൾ വരുന്നത്. ദെൻ ഈ നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ കോൾ എന്ന് പറയുന്നതാണ് ക്യുമുലേറ്റീവ് ആയിട്ടാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്താണല്ലോ നമ്മൾ എഴുതുക. സോ 9 ആണ് ആദ്യം വരിക. ഫസ്റ്റ് ഉള്ള വ്യത്യാസമുള്ള 9 ആണ്. ദെൻ എന്ത് ചെയ്യണം, അതിന് തൊട്ട് 10 എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും, 10 + 9 19. Then 19 plus എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത് 8 ആണ് ആഡ് ചെയ്യേണ്ടത്. 19 + 8 27. Then 5 ആണ്, 27 + 5 32. Then +1 ചെയ്യുമ്പോൾ 33 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് മീഡിയൻ പൊസിഷൻ എത്രയാണ്. നമുക്ക് നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ എഴുതി മീഡിയൻ പൊസിഷൻ 17 ആണ് വരുന്നത്. സോ 17 നമുക്ക് ഏതൊരു പോർഷനിലാണ് ആ 17 വരുന്നത് എന്നുള്ള അർത്ഥം വെക്കുകയാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ 9 പേരാണ് വന്നിട്ടുള്ളൂ. സെക്കൻഡ് സെറ്റ് എടുക്കുകയാണെങ്കിൽ 19 ആണ്, അല്ലെങ്കിൽ 19 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സെറ്റിൽ എത്തിയിട്ടുണ്ട് അല്ലെ. 19 പേര് വരെ രണ്ടാമത്തെ ഒരു സെറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് 17 വരുന്നത് എവിടെ ആയിരിക്കും, ഇതിന്റെ ഉള്ളിലായിരിക്കും. അപ് ടു 40 രണ്ടാമത്തെ ഈ ഒരു ക്ലാസ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ ക്ലാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതായിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പൊ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ്, 30 to 40 എന്നുള്ളതാണ്. അതിന്റെ ഫ്രീക്വൻസി എത്രയായിരുന്നു, 10 ആയിരുന്നു ഫ്രീക്വൻസി അല്ലെ. 10 ആയിരുന്നു അവിടുത്തെ ഫ്രീക്വൻസി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ അതിന്റെ ഇന്റർവെൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്താണ്, ക്ലാസ് ഇന്റർവെൽ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്. ക്ലാസ് ഇന്റർവെൽ 30 to 40 ആണ്. എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ 10 ആണ്. നമ്മുടെ ഫ്രീക്വൻസി നമുക്കറിയാം അഗൈൻ 10 തന്നെയാണ് കിട്ടുക. സോ ദാറ്റ് വിൽ ബി 1. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ് ടു 40 അല്ലെങ്കിൽ അപ് ടു 30 നമ്മൾ 30 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. 30 to 40 എന്നാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് എന്താണ്, 30. ദെൻ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്, നമുക്ക് ഈ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 1 വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് പോവുക. 31 അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കറക്റ്റ് സെന്റർ പോർഷൻ കണ്ടുപിടിക്കുക. ഇതിന്റെ കറക്റ്റ് സെന്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്. സോ നമുക്കറിയാം
ഇതിന് മുമ്പത്തെ ക്ലാസ് എത്ര വരുന്നുണ്ട്? 9 വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും ആര് വരുന്നത്? 10ാമത്തെ പൊസിഷൻ വരുന്ന ഇടയായിരിക്കും. ഈ 30യുടെയും 31ന്റെ ഇടയിലായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി 30.5. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് എന്ത് ചെയ്യുക? ക്ലാസ് കൺട്രോൾ ചെക്ക് ചെയ്ത് നമ്മൾ എത്രയാണ്? 30 to 40 ആണ്. 30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇൻക്രിമെന്റ് എത്രയാണ്? ഈ പറയുന്ന 1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. സോ ഞാൻ 31 എടുത്തു. ഈ ബിറ്റ്വീൻ 30 ആൻഡ് 31 ആയിരിക്കും എന്ത് വരിക? 10th പൊസിഷൻ. അതായത് ഇവിടെ വരെ 9th പൊസിഷൻ വന്നു കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞാൽ 10th പൊസിഷൻ ആണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സെറ്റിലേക്ക് വരിക. അപ്പൊ 10th പൊസിഷനിൽ 30.5 ആണ്. നമുക്ക് വേണ്ട എവിടെയാണ്? 17th പൊസിഷൻ ആണല്ലേ? അപ്പൊ നമ്മൾ എഴുതുക എന്താണ്? മീഡിയൻ അല്ലെങ്കിൽ എന്താണ്? 17th പൊസിഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10ാമത്തെ ആൾ അറിയാം. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. 10ാമത്തെ ആൾ നമുക്കറിയാം എത്രയാണ്? 30.5 ആണ്. ഇനി എത്ര പ്രാവശ്യം എന്ത് ചെയ്യണം? ആഡ് ചെയ്താലാണ് 17ലേക്ക് എത്താം. ഞാൻ എന്ത് ചെയ്യണം? ഈ 7 പ്രാവശ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് എന്ത് ചെയ്യാൻ? 17th പൊസിഷനിലേക്ക് എത്താം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞതാണ് 1 വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്ത് പോകണം അല്ലെ? അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? ആരായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ എന്ത് വരും? 30.5 plus 7 that equals 37.5. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? മീഡിയൻ ഏജ് കിട്ടി. മീഡിയൻ ഏജ് എത്രയാണ്? 37.5 എന്നുള്ളതാണ് എന്ത്? മീഡിയൻ ഏജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എന്തായാലും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 24. From a point on the ground at a distance of 100 meters away from a tower, the top of the tower is seen at an angle of elevation 45 degree. From the top of the tower, a car is seen on the opposite side of the tower at an angle of depression 25 degree. Okay, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്. എന്താണ് നമുക്ക് ചെയ്യാനുള്ള? ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഫസ്റ്റ് എന്താണ്? റഫ് ഫിഗർ വരയ്ക്കാന്നുള്ളതായിരിക്കും. ദെൻ ആ ടവറിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ബാക്കി കാര്യങ്ങളൂടെ ഏകദേശം ഗസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താണ്? ഡ്രോ എ റഫ് ഫിഗർ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഹൈറ്റ് ഓഫ് ദി ടവർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് കാർ ഫ്രം ദ ടവർ. ആ കാറും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ദെൻ ഇതിനകത്ത് തന്നിരിക്കുന്നത് sin 65 തന്നിട്ടുണ്ട്, cos 65, tan 65. 3 വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അത്ര നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എല്ലാം നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം വരുന്നത് ആ ഒരു ട്രിഗ്നോമെട്രിക് വാല്യൂ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം? റഫ് ഫിഗർ വരയ്ക്കാം. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 24 എ എന്ന് പറയുന്നത് എന്താണ്? റഫ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. സോ റഫ് ഫിഗറിൽ എന്തൊക്കെ വേണം നോക്കാം. ഫ്രം എ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter away from a tower, the top of the tower is seen at an angle of elevation 45 degree. ഓക്കെ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ആണ്. 2 പ്രാവശ്യം ടവർ എന്നൊക്കെ പറഞ്ഞില്ലേ? ഫ്രം എ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meters away from a tower. ഓക്കെ, ദി ടോപ്പ് ഓഫ് ദി ടവർ അത് ഉദ്ദേശിച്ചത് ഒരു ടവർ ഉണ്ട്. അവിടെ ഒരു ടവർ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ ടവർ ആണ് അവിടെ ഉള്ളൂ. 2 പ്രാവശ്യം അടുപ്പിച്ച് ടവർ എന്നൊക്കെ വരുമ്പോൾ 2 ടവർ നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റ ടവർ ആണ് അവിടെ ഉള്ളൂ. ആ ഒരു ടവറിന്റെ എന്താണ് 100 മീറ്റർ അകലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് വേണ്ട ആരെയാണ്? നമുക്കൊരു ടവർ വേണം. ഓക്കെ, നമ്മൾ ടവർ വെച്ചു. ആ ടവറിനെ ഞാൻ എ ബി എന്ന് വിളിക്കുകയാണ്. ദെൻ ആ ടവറിന്റെ 100 മീറ്റർ അവേ, 100 മീറ്റർ ദൂരത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യാം? 100 മീറ്റർ എന്ത് ചെയ്തിട്ട് ഞാൻ ടവറിലേക്ക് നോക്കിയപ്പോൾ ടവറിന്റെ ടോപ്പ് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ ടവറിലേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ടവറിന്റെ ടോപ്പ് കാണാണ്. ടോപ്പ് കാണുമ്പോൾ അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണ്. സോ ഇത് 90 ആയിരിക്കും. സോ ഇത് 45. ഞാൻ ഈ പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നതാണ്. ഫ്രം എ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter. ആ പോയിന്റ് ആണ് ഇത് സി എന്ന് പറയുന്നത്. 100 മീറ്റർ അകത്തുള്ള സി എന്ന പോയിന്റിൽ നിന്ന് ഞാൻ ടവറിന്റെ ടോപ്പിലേക്ക്, ടവർ ടോപ്പ് ബി ആയിരുന്നു, അങ്ങനെ നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ആയിരുന്നു. ദെൻ from the top of the tower, a car is seen on the opposite side of the tower at an angle of depression 25 degree. അപ്പോൾ എന്താണ്? ഞാനൊരു കാർ നോക്കാണ്. അപ്പൊ അത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മള് നോക്കിയ സൈഡ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതായത് എന്താണ്? ഈ പോയിന്റിൽ നിന്നാണ് മുകളിലേക്ക് നോക്കിയത്. കാർ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിലാണ് കാർ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കാർ പോകുന്നത്. ഓക്കെ, കാർ ഈ സൈഡിലാണ് പോകുന്നത്.
ഇവിടെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പി എന്ന് മാർക്ക് ചെയ്യാണ്. ആ പി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്തുള്ളത്, കാർ ഉള്ളത്. അപ്പൊ കാർ ഉള്ള ആ പോയിന്റിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? എത്രയാണ്? 25. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യരുത്. അവിടെ അങ്ങനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്താൽ അത് തെറ്റിപ്പോ അല്ലെ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നത് എവിടെയാണ്? നമുക്ക് ഇവിടെയാണ് സ്ട്രൈറ്റ് ലൈൻ വ്യൂ വരാം അല്ലെ. നമ്മൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രൈറ്റ് ലൈൻ വ്യൂ പോവാ. സോ ഇവിടെ വരുന്ന ആംഗിൾ ആയിരിക്കും എന്ത്, 25 ഡിഗ്രി. അല്ലെങ്കിൽ ഈ സെയിം ആംഗിൾ ഞാൻ നമ്മൾ എവിടെ മാർക്ക് ചെയ്യാം, ഇവിടെയും 25 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ റഫ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ സി എന്ന പോയിന്റിൽ നോക്കി പി എന്ന് പറയുന്ന പോയിന്റിലാണ് കാർ ഉള്ളത്. നമ്മളോട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നതാണ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹൈറ്റ് ഓഫ് ടവർ അല്ലെങ്കിൽ എ ബി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ടവറിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ എ പി ആ ഒരു ഡിസ്റ്റൻസ് എത്രയാന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഒരു സംശയം ഉണ്ടല്ലേ, ഇവിടെ 45 25 രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ രണ്ട് ആംഗിളിന്റെ എന്ത് തന്നിട്ടില്ല, ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം 45 നമുക്ക് ട്രിഗ്നോമെട്രിക് വാല്യൂസ് എന്ത് ചെയ്യില്ല, തരില്ല. ഒന്നുകിൽ നമ്മൾ അതിന്റെ ആ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്ത് 1:1:√2 ആ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇനി അടുത്ത ഫിഗറിലേക്ക് വരുമ്പോൾ 25 ആണ് തന്നേക്കണേ അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേക്കുകയാണെങ്കിൽ 65 ആണ്. അപ്പൊ ആ 65 എവിടെ വരും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലേ. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇവിടെ 25 ആണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിൾ, ഓക്കെ, അപ്പൊ ആംഗിളിനെ എ ബി പി എന്ന് എനിക്ക് വിളിക്കാം. എ ബി പി, ആ ആംഗിൾ എത്രയായിരിക്കും, 65 ആയിരിക്കും. കാരണം റൈറ്റ് ആംഗിൾ ആണ്. മറ്റു രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടണം. വിച്ച് മീൻസ് എ ബി പി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്, 65 ഡിഗ്രി ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 65 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് സി പാർട്ട് ക്വസ്റ്റ്യനിലേക്കാണ് ആവശ്യം വരിക. ബി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ ചെയ്ത് വെക്കാം. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. അവിടെ എന്താണ് ആംഗിൾ റേഷ്യോ, അവിടുത്തെ ആംഗിൾ റേഷ്യോ എത്രയാണ്, 45 45 45 45 90 എന്നുള്ളതാണ് എന്ത് അവിടുത്തെ ആംഗിൾസിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഈ 45 45 90 വരുമ്പോൾ സൈഡ്സിന്റെ റേഷ്യോ, സൈഡ്സ് റേഷ്യോ എന്ത് വരും, 1:1:√2 അല്ലെ. 1:1:√2. നിങ്ങൾക്ക് നോക്കിയറിയാം അവിടെ ഒരു 100 മീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ 100 മീറ്റർ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം അതിലൊരു 100 മീറ്റർ തന്നിട്ടുണ്ട്. ആ 100 മീറ്റർ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന 45, ഇവിടെയും 45 ആണ്. ആ 45ന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കുന്നത് 100 എടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു 45ന്റെ ഓപ്പോസിറ്റ് ആര് വരും, 100 വരും. എഗെയിൻ അടുത്ത 45 എന്ത് വരും, 100 തന്നെ വരും. ഓക്കെ, നമുക്ക് അതല്ലേ വേണ്ടതും. കാരണം എന്താണ് ഈ 45ന്റെ ഓപ്പോസിറ്റ് ആണ് ആര് വരിക, എ ബി അല്ലെങ്കിൽ ടവറിന്റെ ഹൈറ്റ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും 100 ആണ് വരിക. സോ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് ഓഫ് ടവർ ഡയറക്റ്റ് എഴുതാം. ഹൈറ്റ് ഓഫ് ടവർ ഈക്വൽസ് എത്രയാണ്, 100 മീറ്റർ തന്നെയാണ് വരിക. ഓക്കെ, ഹൈറ്റ് ഓഫ് ടവർ 100 മീറ്റർ തന്നെ വരും. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഹൈറ്റ് ഓഫ് ടവർ 100 മീറ്റർ എന്ന് കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സി പാർട്ട് ക്വസ്റ്റ്യൻ എ പി ഡിസ്റ്റൻസ് ഓഫ് കാർ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എന്താണ് എ പി കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് 65 ആംഗിൾ അറിയാം. ഈ എ പിയുടെ ഏത് 65 എന്ന് പറയുന്ന ആംഗിളിന്റെ ഏതൊക്കെ സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. ആ ഒരു റേഷ്യോ നോക്കുക. എ പി നമുക്ക് കണ്ടുപിടിക്കണം. എ ബി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എ പി എന്ന് പറയുന്ന എ പി കണ്ടുപിടിക്കണം. എ ബി നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്, വിച്ച് ഈസ് ടാൻ റേഷ്യോ അല്ലെ. സോ നമുക്കറിയാം ടാൻ 65 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാൻ 65 നമുക്കറിയാം ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്നാണ് അല്ലെ. ഓപ്പോസിറ്റ് ഇവിടെ ആരാണ്, എ പി ആണ് ഓപ്പോസിറ്റ് വരിക. എ പി ആണ് ഓപ്പോസിറ്റ്, അഡ്ജസന്റ് വരിക എത്രയാണ് 100, അല്ലെങ്കിൽ എ ബി ആണ് അഡ്ജസന്റ് വരിക അത്രയാണ് 100 ആണ് നമുക്കറിയാം. അല്ലെങ്കിൽ എ പി ഈക്വൽസ് എത്രയാണ്, ടാൻ 65 into 100 എന്നാണ് വരിക അല്ലെ. കാരണം ഇവിടെ ഡിവിഷൻ ബൈ 100, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 ആവും. അപ്പൊ എ പി ഈക്വൽസ് ടാൻ 65 into 100. ഇത് നമുക്ക് എന്താണ് ടാൻ 65ന്റെ വാല്യൂ ആണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എന്താണ് ടാൻ 65ന്റെ വാല്യൂ തന്നിട്ടാണ് 2.14. സോ ടാൻ 65 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് 2.14 into 100. സോ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ എന്ത് ചെയ്താൽ മതി,
എത്ര സീറോ ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കളയുക. രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട്, രണ്ട് സീറോസ് ഉണ്ട്. അപ്പൊ എന്ത് 214 മീറ്റർ. ഇത്രയും മീറ്റർ ആണ്, അത്രയും ദൂരത്തിലാണ് എന്ത് കാറ് ഉള്ളത്. ഓക്കെ, അപ്പൊ AP ഈക്വൽ ടു 214 നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എടുത്തെഴുതാം. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് കാർ ഫ്രം ടവർ? ഡിസ്റ്റൻസ് ഓഫ് കാർ ഫ്രം ടവർ ഈക്വൽസ് 240 മീറ്റർ. ഓക്കെ, സോ ഇങ്ങനെ ആൻസറുകൾ എടുത്ത് എഴുതാം. ഓക്കെ, നേരത്തെ നമ്മൾ ഹൈറ്റ് ഓഫ് ടവർ എഴുതിയാൽ തന്നെ ഡിസ്റ്റൻസ് ഓഫ് കാർ ഫ്രം ടവർ എന്നുള്ളതും അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? കാര്യമായിട്ട് കാൽക്കുലേഷൻ ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഫിഗർ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആൻസറും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 25.